125cc സ്കൂട്ടറുകൾ ഓടിച്ച് മടുത്തോ? എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്കൂട്ടറുണ്ട്, ടി വി എസിൻ്റെ എൻഡോർക്ക് 150. അപ്പോൾ ടി വി എസ് എൻഡോർക്ക് 150 വാങ്ങാനുള്ള 5 റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ്. സാധാരണ സ്കൂട്ടറുകളിൽ ഈ ഒരു സെക്ഷനൊക്കെ ആണെങ്കിൽ ചീപ്പ് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എൻഡോർക്കിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴത്തേക്ക് വരുവാണെങ്കിൽ കുറേ പ്ലെയിനായിട്ട് കൊടുക്കാതെ കുറേ ഡിസൈനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഫുട്ബോളിൻ്റെ സൈഡിലായിട്ട് ഒരു ഫേക്ക് കാർബൺ ഫൈബർ ഫിനിഷും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനൊക്കെ നമുക്ക് ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ദിനോസറിനെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഫുഡ് റെസ്റ്റ് ഒക്കെ കണ്ടോ, അലൂമിനിയം ഫുഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കായിട്ട് റബ്ബർ കോട്ടിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയറിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ലൈറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടൊക്കെ ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നും കൊടുക്കാതെ അതേ കണക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ചുറ്റും കണ്ടോ, അതും എല്ലാം ഗ്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടി വി എസ് യാതൊരു വിധമായ കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഈ സൈഡ് പാനലൊക്കെ കണ്ടോ, പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നതിന് പകരം അവിടെയും ഒരു ഡിസൈൻ തീമൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇംപ്രസീവാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ LED ഹെഡ്ലൈറ്റ്സ് ആണ്. ഒരു കോഡ് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ത്രോ ഒരു രക്ഷയില്ല. ഇനി മൂന്നാമത്തെ റീസണായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സിൻ്റെ കാര്യമാണ്. അതായത് കൈയൊക്കെ അല്പം ലെങ്ത് കുറഞ്ഞുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാം. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു 150cc ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് ടി വി എസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല ലോ ആൻഡ് ടോർക്കും അതേകണക്ക് നല്ലൊരു മിഡ് റേഞ്ചുമാണ്. പിന്നെ ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്ന ടോർക്ക് അസിസ്റ്റ് ഫീച്ചർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് റേസ് മോഡിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ഫിഫ്ത്ത് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കുക.